എന്റെ സഹോദരിമാരടുത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇതിന് നല്ല രീതിയിലുള്ള കൈയടി കിട്ടണം. എല്ലാ വീടുകളിലും 20,000 ലിറ്റർ വെള്ളം ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും, സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കും. नेमोम यार्ड से पोर्ट तक एक एलिवेटेड डबल लाइन बनाई जाएगी. डबल रेलवे लाइन. ओके. नेमोम यार्ड से पोर्ट तक, നേമം തൊട്ട് പോർട്ട് വരെ എലിവേറ്റഡ് റെയിൽവേ ലൈൻ നമ്മൾ കൊണ്ടുവരും. मिंजीजम पोर्ट की चारों ओर डेडिकेटेड इंडस्ट्रियल कॉरिडोर बनाए जाएंगे. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ നമ്മൾ കൊണ്ടുവരും, ഒരു വ്യവസായ മേഖല കൊണ്ടുവരും. हम तिरुवनंतपुरम को आईटी और एआई का हब बनाएंगे, कैपिटल बनाएंगे. നമ്മൾ തിരുവനന്തപുരത്തെ IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റും. कोची को शिल्प बिल्डिंग का कैपिटल बनाएंगे. കൊച്ചിയെ നമ്മൾ കടൽ ഷിപ്പിന്റെ ബിൽഡിംഗും കപ്പൽ നിർമ്മിതശാലയായിട്ട് നമ്മൾ അതിന്റെ കേന്ദ്രമാക്കി മാറ്റും. कोल्लम को ब्लू इकोनॉमी का बहुत बड़ा क्लस्टर बनाएंगे. കൊല്ലത്ത് നമ്മൾ ബ്ലൂ എക്കോണമി, അതായത് കടൽ മാർഗത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ക്ലസ്റ്റർ ആക്കി മാറ്റും. कोझिकोड को हेल्थ केयर और मेडिकल रिसर्च का सेंटर बनाएंगे. കോഴിക്കോടിനെ നമ്മൾ ആരോഗ്യ മേഖലയിലെ വലിയൊരു റിസർച്ച് സെന്ററും ഹബ് ആക്കി മാറ്റും. त्रिशूर को केरलम के कल्चर टूरिज्म का कैपिटल बनाएंगे. തൃശൂരിനെ നമ്മൾ കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസം കേന്ദ്രത്തിന്റെ ഹബ് ആക്കി മാറ്റും. और कन्नूर को डिफेंस इनोवेशन का और डिफेंस प्रोडक्शन का हब बनाएंगे. നമ്മൾ കണ്ണൂരിനെ നമ്മുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നോവേഷൻസിന്റെ ഒരു ഹബ് ആക്കി മാറ്റും. और अंतिम बात फिर से कहना चाहता हूं कि 60 ही दिन में सबरीमाला के सोने के चोर और उनके बेचने वाले दोनों को जेल के हवाले कर देंगे. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് 60 ദിവസത്തിനുള്ളിൽ ശബരിമലയിൽ കള്ളത്തരം കാണിച്ചിട്ടുള്ളവരെ ജയിലിൽ വിടും എന്നുള്ളത് ഞങ്ങൾ വാഗ്ദാനം തരികയാണ്. भाइयों बहनों, यूडीएफ एलडीएफ करप्शन समाप्त नहीं कर सकती. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് UDFും LDFും ഇവിടെ അഴിമതി നിർത്താൻ അവർക്ക് സാധിക്കില്ല. यूडीएफ और एलडीएफ विकसित केरलम नहीं बना सकते.